ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും ഇന്നേ ദിവസവും കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ദൈവപ്രസാദമുള്ള മനുഷ്യർ ഭാഗ്യവാന്മാർ എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ പ്രസാദം, ദൈവത്തിൻ്റെ ഫേവർ ഉള്ള മനുഷ്യൻ, അതൊരു മകളായാലും അത് മകനായാലും അവർ ഭാഗ്യവാന്മാർ എന്നാണ്. നമുക്കൊരു ദൈവത്തിൻ്റെ വചനം കേൾക്കാം. സങ്കീർത്തനം 44:2 മുതൽ 3 വരെ. സങ്കീർത്തനം 44:2 മുതൽ 3 വരെ. നിന്റെ കൈകൊണ്ട് നീ ജനതകളെ പുറത്താക്കി ഇവരെ നട്ടു. നീ ജനങ്ങളെ നശിപ്പിച്ച് ഇവരെ പരക്കുമാറാക്കി. തങ്ങളുടെ വാൾ കൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടുമല്ല അവർ ജയം നേടിയത്. നിന്റെ വലം കൈയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ നിനക്ക് അവരോട് പ്രീതി തോന്നുന്നുവല്ലോ. എന്താ, ദൈവത്തിന് ഒരു കുടുംബത്തോട് പ്രീതി തോന്നിയാൽ ആ കുടുംബത്തിൻ്റെ ചരിത്രം അങ്ങ് മാറും. ജനങ്ങളല്ല പറഞ്ഞത്, സ്വർഗത്തിലെ ദൈവമാണ് പറഞ്ഞത്. ദൈവത്തിന് ഒരാളോട് പ്രീതി തോന്നി. തൻ്റെ ശക്തി കൊണ്ടോ തൻ്റെ ബലം കൊണ്ടോ തൻ്റെ പണം കൊണ്ടോ ഒന്നും നേടാൻ പറ്റത്തില്ല. ദൈവത്തിന് ഒരു കുടുംബത്തോട് പ്രീതി തോന്നണം, ദൈവത്തിന് ഇഷ്ടം തോന്നണം. നമ്മൾ ബൈബിളിൽ പറയല്ലേ, മറിയോട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, അത്യുന്നതൻ നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളോട് കൂടെയുണ്ടെങ്കിൽ നമുക്കൊന്നിനും ഒരു കുറവും ഉണ്ടാകത്തില്ല. ദൈവത്തിൻ്റെ വചനമാണ് പറഞ്ഞത്, ദൈവമാണ് നമ്മളോട് സംസാരിക്കുന്നത്. പക്ഷെ തൻ്റെ ശക്തി കൊണ്ടും തൻ്റെ ബലം കൊണ്ടും തൻ്റെ ധൈര്യം കൊണ്ടും തൻ്റെ പണം കൊണ്ടും ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും വാങ്ങാൻ പറ്റത്തില്ല. അത് ദൈവം നമ്മളെ സ്നേഹിച്ചത് ഇപ്പോൾ ഈ 2025 നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉരുവാകുന്നതിന് മുൻപേ, ഈ ലോകം ഉണ്ടാകുന്നതിന് മുൻപേ നമ്മളെ ദൈവം സ്നേഹിച്ചു. അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ ഫേവറാണ്. മറ്റുള്ളവരെക്കാൾ കൂടുതൽ ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് നമ്മൾ നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. കർത്താവിൻ്റെ വചനത്തിൽ തന്നെ കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിൻ്റെ സന്താനത്തിൻ്റെ മേലെ എൻ്റെ ആത്മാവിനെയും നിൻ്റെ സന്തതിയുടെ മേലെ ഞാൻ എൻ്റെ അനുഗ്രഹത്തെയും പകരുമെന്ന്. തീർച്ചയായും അത് നമ്മൾ വിശ്വസിക്കണം. അതൊരു ദൈവശബ്ദമാണ്. ദൈവം വെറുതെ ആരോടും പറയത്തില്ല. മനുഷ്യരൊക്കെ പറയും, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, ചുമ്മാ. അതൊന്നും വിശ്വസിക്കരുത്. കാര്യം അത് വിശ്വസിച്ചാൽ നമ്മൾ വീണു പോകും, ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് വീണു പോകും. ഇനി വിശ്വസിക്കേണ്ടത് ദൈവത്തെയാണ്. ദൈവം നമ്മളൊരു ചരിത്രമാക്കാനാണ് പോകുന്നത്. ഇവിടെ സങ്കീർത്തനത്തിൽ തന്നെ ദൈവം നമ്മളോട് പറയുന്നുണ്ട്. സങ്കീർത്തനം 45:7 പറയുന്നു, നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ കണ്ട. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം, നീ വിശ്വസിക്കുന്ന ദൈവം നിന്നെ കൂട്ടുകാരിൽ ഉപരിയായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ദൈവം ചുമ്മാ ഒരു വെളിച്ചെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത ദൈവത്തിൻ്റെ ആനന്ദ തൈലം, ദൈവത്തിൻ്റെ പ്രസാദം, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ മേലെ ദൈവം പകർന്ന് മറ്റുള്ളവർക്ക് വേണ്ടി. പക്ഷേ നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കണം. നീതിയെ, തിന്മയെ വിട്ട് നീ നന്മയിലേക്ക് വ്യാപരിക്കണം. തിന്മയുടെ പിറകെ നീ ഇനി പോകരുത്. നന്മയുടെ പിറകെ പോവുകയാണെങ്കിൽ ആ ദൈവം നമ്മളെ കൂട്ടുകാരിൽ അധികപരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കും. ഞാനിതിൽ വിശ്വസിക്കുന്നു. ഈ 13 വർഷക്കാലം ഓരോ ദിനം തോറും മരണപ്പെട്ടു പോകേണ്ട എന്നെ, ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ വിശ്വസിച്ച എന്നെ, ഞാൻ തളർന്നു പോയ സമയത്തും ഞാൻ വീണുപോയ സമയത്തും ആരും സഹായമില്ലാതായപ്പോഴും മരണം എൻ്റെ മുഖാമുഖമായി വന്നപ്പോഴും ഞാൻ വിശ്വസിച്ചത്, എന്നെ വിളിച്ച ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല, അവൻ എന്നെ മറക്കത്തില്ല. നിങ്ങളിത് വിശ്വസിക്കണം. ഈ ദൈവം നമ്മുടെ ദൈവമാണ്. ഈ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ഇവിടെ ദൈവം തന്നെ പറയും, നീ നീതിയെ ഉപേക്ഷിക്കണം, ദോഷിക്കണം, നീ കളയണം നിൻ്റെ ഹൃദയത്തിൽ നിന്ന്. തിന്മയെ നീ വെറുക്കണം, നന്മയെ നിന്നിലേക്ക് വ്യാപരിക്കണം. തിന്മയെ വെറുക്കുമ്പോൾ നന്മ നമ്മുടെ മേലെ വരും, നമ്മൾ ആള് മാറും, ദൈവത്തിൻ്റെ ഫേവർ നമ്മുടെ മേലെ വരും. അപ്പോൾ നമ്മളൊരു 2 വരി പാട്ട് പാടാം. ശത്രു ചുറ്റും പെരുകിടുമ്പോൾ നിന്നഭിഷേകം എന്നിൽ അധികമാകും. ശത്രു ചുറ്റും പെരുകിടുമ്പോൾ
നിന്നഭിഷേകം എന്നിൽ അധികമാകും. നിറഞ്ഞൊഴുകും നദികളെന്നിൽ ആനന്ദ തൈലത്തിലെന്നെ മൂടും. നിറഞ്ഞൊഴുകും നദികളെന്നിൽ ആനന്ദ തൈലത്തിലെന്നെ മൂടും. വിരുന്നുകൾ ഒരുക്കിടുന്നേ, ശ്രേഷ്ഠരോടിരുന്നിടുന്നേ. വിരുന്നുകൾ ഒരുക്കിടുന്നേ, ശ്രേഷ്ഠരോടിരുത്തിടുന്നേ. യേശു എൻ ഇടയ ശ്രേഷ്ഠനായി, ഒന്നിനും കുറവില്ല ഈ ധരയിൽ. യേശു എൻ ഇടയ ശ്രേഷ്ഠനായി, ഒന്നിനും കുറവില്ല ഈ ധരയിൽ. ശത്രു ചുറ്റും പെരുകിടുമ്പോൾ നിന്നഭിഷേകം എന്നിൽ അധികമാകും. ഇതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശത്രുക്കൾ നമ്മുടെ മേലെ പെരുകും, വർദ്ധിക്കുമ്പോൾ നമ്മൾ ആരെ ആശ്രയിക്കും? ദൈവത്തെ ആശ്രയിക്കും. മനുഷ്യനെ ആശ്രയിക്കുന്നതെല്ലാം പിന്നെ ക്രമേണ അങ്ങ് നിൽക്കും. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ മേലെ വരുമ്പോൾ, ശത്രുക്കൾ നമുക്ക് ചുറ്റും പെരുകിടുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായി, ഇനി ആരും സഹായിക്കാൻ നമുക്കില്ല. നമുക്ക് അന്ത്യം വരെ കരുതുന്നൊരു ദൈവം മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ മുൻപിൽ ആരുമില്ല, ഒറ്റപ്പെട്ടു പോയ ജീവിതമാണ് എന്ന് ചിന്തിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വരും. നമ്മളെ കരം പിടിച്ച് താങ്ങും. ദൈവം നമ്മളെ ബലപ്പെടുത്തും. കൃപയാൽ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്ന് പറഞ്ഞ കർത്താവ് അത്യുന്നതൻ നിൻ്റെ കൂടെയുണ്ട്. അവൻ നിന്നെ ബലപ്പെടുത്തും. ദൈവപ്രസാദമുള്ള മനുഷ്യർ ഭാഗ്യവാന്മാരാണ്. ഞാൻ ഈ ഒരു പാട്ട് പാടിയപ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നുന്നു ഇതിൽ ശ്രുതിയില്ല, വീണയില്ല, അതില്ല. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോഴും ദൈവത്തിൻ്റെ പാട്ട് വായിക്കുമ്പോഴും ഇതിന് ഈണവും ശ്രുതിയൊന്നും ഉണ്ടാവത്തില്ല. ഇത് ഹൃദയത്തിൽ നിന്ന് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ മേലെ വരുന്ന ഫേവറാണ് ഈ പാട്ട്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന നിങ്ങളും തിന്മയെ വിട്ട് നന്മയിലേക്ക് കടന്നു വരുമ്പോൾ വചനം പറയുന്നു, ഇന്ന് കാണുന്ന ഈ വേദന, ഇന്ന് കാണുന്ന ഈ ദുഃഖം എല്ലാം മാറി ദൈവം ഇസ്രായേൽ ജനങ്ങളെ വഴി നടത്തിയ ദൈവം, ഇസ്രായേൽ ജനങ്ങളോട് ദൈവത്തിന് ഫേവർ തോന്നിയതുപോലെ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ ക്രമേണ നമ്മളും ആളുമാറും. നമ്മുടെ മേലെ ദൈവത്തിൻ്റെ സ്നേഹം വരും. മറ്റുള്ളവർ പറയും ഈ കുടുംബത്തിൻ്റെ ചരിത്രം മാറിയെന്ന് പറയും, ഈ കുടുംബം ആകെ മാറിയെന്ന് പറയും. തീർച്ചയായും ഞാനും എൻ്റെ കുടുംബവും മാറിയതുപോലെ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും മാറ്റട്ടെ. ഇനി നല്ല വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൂട്ടുകാരിൽ അധികപരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത ആ ദൈവത്തെ നമ്മൾ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഇപ്പോൾ ഈ വചനമൊക്കെ ഞാൻ ഇങ്ങനെ സ്റ്റാറ്റസിലൊക്കെ ഇടുമ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ഇടയായി. ഒരുപാട് പരിശുദ്ധാത്മാവ് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെല്ലാം ദൈവം കേട്ട് ദൈവത്തിൻ്റെ പ്രസാദത്തിനൊത്ത് മറുപടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കും എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ വിളിക്കാം. ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് ഉത്തരം തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നെ നടത്തിയ ദൈവം, എന്നെ ഇവിടം വരെ എത്തിച്ച ദൈവം നിങ്ങളെ ഇവിടം വരെ എത്തിക്കട്ടെ. നിങ്ങളുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ തലമുറകളും ദൈവകൃപയാൽ ആശ്രയിച്ച് അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ തലമുറകളെ നടത്തുന്ന ദൈവം നിങ്ങളുടെ തലമുറകളെ നടത്തുമെന്ന് ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അപ്പാ പിതാവേ, ഇന്ന് ഈ വചനം തന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. ഈ കേട്ട വചനം മൂലം കേട്ട എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പോൾ അവരുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ശരീരത്തിലും ഭാരത്തിലും വേദനയിലും കിടക്കുന്ന മക്കളെ കർത്താവേ, ഇന്ന് കേട്ട വചനം നിന്നെ കൂട്ടുകാരിൽ അധികപരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുമെന്ന് പറഞ്ഞ ആ വചനത്തെ അവർ വിശ്വസിച്ച് ധ്യാനിക്കുമ്പോൾ അവരുടെ മേലെ ദൈവത്തിൻ്റെ ഫേവർ വരണമേ എന്ന് പിതാവേ
പുത്രൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പുത്രൻ അറിയാതെ പിതാവൊന്നും ചെയ്യത്തില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പുത്രനിലൂടെ സകല നന്മകളും പിതാവായ ദൈവം ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. സ്വർഗം ഈ താഴ്മയുള്ള പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ.